വിഭാഗം കുറച്ച് പേര് ഏഷ്യാനെറ്റ് ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ട്. സ്ഥിരമായി അവർ കൊണ്ടുവരുന്ന ഒരു രീതിയാണത്. ഈ വിഭാഗത്തിൽ നിന്ന് ഒരാളെ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് ഒരു പക്ഷേ സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വിഭാഗത്തിലുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് പബ്ലിക്കിനൊന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു അവയർനെസ്സും മാത്രമല്ല ഈ വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്ന ഈ ഒരു ഭാഗം എനിക്ക് വളരെ അക്സെപ്റ്റബിൾ ആണ്, കാരണം ഇഷ്ടവുമാണ്. കാരണം അവർ അത്രത്തോളം പീഡിതരും അകറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ അതിൽ ചിലരെ നമ്മൾ വെറുക്കാനുണ്ടാകുന്ന കാരണം കൂടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ജാൻമണിയാണ്. ജാൻമണിയുടെ ആറ്റിറ്റ്യൂഡ് ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. ശാപവാക്കുകൾ പറയുന്നത്, താൻ പറയുന്നതിനാണ് മൂല്യം, താൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, തനിക്ക് എന്തൊക്കെയോ ഗ്രേഡ് ഉണ്ട്, താൻ ഭയങ്കര എക്കണോമിക് ക്ലാസ്സാണ്, ഭയങ്കരമായ ക്ലാസ്സിലാണ് ഉള്ളത്, ബിസിനസ് ക്ലാസ്സിലാണ് ഉള്ളത്, എക്കണോമിക് ക്ലാസ്സുകളുമായിട്ടൊന്നും എനിക്ക് സമ്പർക്കം പുലർത്തേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ വ്യക്തിഹത്യ മാത്രമല്ല അവരുടെ ഈഗോ ഹർട്ടാകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുകയും അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് തനിക്ക് മുന്നേറണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ജാൻമണിയെ പോലുള്ളവർ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷന് നാണക്കേട് തന്നെയാണ്. അപ്പം ഇതിനെതിരെ കർശനമായി തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് മാത്രമല്ല അതൊരു അവയർനെസ് ആണ് തരുന്നത്. ഇത്തരത്തിക്കാരെ നമുക്ക് ചേർത്ത് നിർത്താനോ കൂടെ നിർത്താനോ പറ്റില്ല. ചില സമയങ്ങളിൽ വളരെയധികം ജെന്യുവിനായിട്ടൊക്കെ ബിഹേവ് ചെയ്ത് വളരെയധികം നല്ല കുട്ടിയായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും ജാൻമണിയുടെ ഉള്ളിലുള്ള ആ വിഷം ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഐ വിൽ ഫിനിഷ് ഹർ, ഐ വിൽ ദിസ് ഹർ, ഐ വിൽ ദാറ്റ് ഹർ. ആരോടെങ്കിലും ഒരാളോട് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങ് കൊന്നു കൊലവിളിക്കുക എന്നൊരു ടേമുണ്ട്. പിന്നെ 9 എന്നൊരു വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഈ 9 എന്ന വേർഡ് ന്യൂമറിക്കൽ അല്ലേ, അതിനകത്തുള്ള ആ വേർഡ് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ ഇവർ? കാരണം അർജുൻ യാദൃച്ഛ്യാ പറഞ്ഞ ഒരു കാര്യമാണത്. 8 ചപ്പാത്തി ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ 9 ഒന്നും കൂടെ കഴിച്ചതങ്ങ് 9 ആക്കിക്കോ എന്ന് പറയുന്നതിനകത്ത് വേറെ ലോജിക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അത് പ്രതീക്ഷ പറഞ്ഞൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അർജുൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയത്തില്ല, പ്രത്യേകിച്ച് ഇത്രയധികം സിവിയറായ പ്രശ്നങ്ങൾ അതിനകത്ത് നടക്കുന്ന സ്ഥിതിക്ക് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ജാൻമണിയെ പ്രൊവോക്ക് ചെയ്യാനും മാത്രം ഒരു കാരണവശാലും അവൻ ശ്രമിക്കത്തില്ല. പക്ഷെ ആ ഒരു ടാസ്കിനകത്ത് ജിൻറ്റുറ്റേട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ തുണി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നടപ്പ് എനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയിരുന്നു. ഒരുപക്ഷെ അതായിരിക്കും ജാൻമണിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു വിഷയമായിരിക്കും അവളുടെ മനസ്സിൽ കിടന്നിട്ട് അവർ ഈ ഒരു വിഷയത്തിൽ എടുത്തു വെച്ച് അവനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. തുറന്നത് പറയാതെ ഞാൻ സൂചന കൊടുത്തത് അർജുന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. പക്ഷെ അർജുൻ അത് മനസ്സിലായത് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അർജുനെന്നല്ല ആർക്കും മനസ്സിലായിട്ടില്ല. ഈ ഒരു വിഷയം നമ്മുടെ ജിൻഡോയുമായിട്ട് വീണ്ടും ചർച്ചയ്ക്ക് വെക്കുകയാണ് സിഗരറ്റ് വലിക്കുന്ന സ്ഥലത്ത്. 2 മേഡവും മോനും കൂടെ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ജിൻഡോയുടെ അടുത്ത് ഇതെടുത്ത് പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നെ അവൻ അങ്ങനെ പറഞ്ഞത്. അതിനകത്തേക്ക് കൂടുതൽ മുളകുപൊടി തേച്ച് കൊടുക്കുകയാണ് ജിൻഡോ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രശ്നം കുറച്ചുകൂടെ കത്തി പടരട്ടെ, കുറച്ചുകൂടെ പ്രശ്നമാകട്ടെ, അർജുൻ ഏറിപ്പോണെങ്കിൽ പോട്ടെ, നമുക്ക് കണ്ടന്റ് ആണല്ലോ വേണ്ടത് എന്നുള്ള രീതിയിൽ ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പ്രശ്ന പരിഹാരം നടത്താനുള്ള എബിലിറ്റിയും കൂടെ ഈ ഒരു ഷോയിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ള ചെറിയ ബോധം പോലും ഇല്ലാത്ത മണ്ടനായി അഭിനയിക്കുന്ന തിരുമണ്ടൻ എഴുന്നള്ളിച്ച് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഭാഗത്തിനെ എതിർക്കുന്ന ഒരു വ്യക്തി അവിടെ കൊണ്ടുവരുമ്പോൾ അവരിരിക്കുന്ന സൈലന്റും ഈ വിഭാഗത്തിന്റെ കുന്തളിപ്പും തമ്മിലൊരു വേരിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ എത്ര ഒതുങ്ങിപ്പോയാലും, നമ്മൾ എത്ര തന്നെ സൈലന്റായി ഇരുന്നാലും ഇങ്ങോട്ട് കുത്തിക്കയറി വന്നിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ എങ്ങനെ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാവില്ല. ഇപ്പം നമുക്കൊരു കുറവുണ്ട്, ഒരാൾ നമ്മളെ നോക്കി ഒന്ന് കൊഞ്ഞനം കത്തിയാൽ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഇരിക്കുന്നത്. അതായത് ഇത്രയും സിമ്പിളായിട്ട് സില്ലിയായിട്ട് പറഞ്ഞു തീർക്കാവുന്നൊരു കാര്യം. സിമ്പിളാണ്. ഇവർക്ക് കുറവുകളുണ്ട്. മറ്റുള്ളവർ ചിരിക്കുന്നത് എൻ്റെ കുറവ് കണ്ടിട്ടാണോ എന്നൊരു പേടിയിൽ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവരുടെ അവകാശം കൂടെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവൃത്തിയൊക്കെ നടക്കുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ജാൻമണി എന്നുള്ളത് ആ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ നാണക്കേടും മറ്റേ നാദിറ എന്ന കുട്ടി ആ വിഭാഗത്തിന്റെ അഭിമാനവുമായി നിൽക്കുന്നു. അപ്പൊ ഈ വ്യത്യസ്തത മനസ്സിലാക്കുക. അപമാനിക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും നാദിറയിലുള്ള ആ വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ജാൻമണി എന്താകരുതോ എന്നുള്ളതിന്റെ തെളിവുമാണ്. സോ ഇങ്ങനെ കുറെ വേർഷൻസ് അവിടെയുണ്ട്. ഇനി വേറൊരാൾ അവിടെയുണ്ട്, അഭിഷേക്. അത് ഇതിനേക്കാൾ വലിയ കോമഡിയാണ്. ഈ വിഭാഗത്തിലുള്ള ചെറിയ സ്ത്രൈണത
അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മറ്റൊരു തരം ഹോർമോൺ ഇൻബാലൻസ്, ഒരു വേരിയേഷൻ, അത് അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും പൊതുസമൂഹം തയ്യാറാകുമ്പോൾ ക്യാരക്ടർ കൂടെ തയ്യാറാക്കി പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. നമ്മൾ അങ്ങനെയും കൂടെ നിങ്ങളെപ്പോലെയാണ്, അല്ല ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, പ്രിവിലേജ്ഡാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഞങ്ങൾ മൂക്കി കയറ്റും എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്കെതിരെ നിൽക്കാൻ ഇവിടെ ജനസമൂഹം ഒന്നിച്ച് നിൽക്കും എന്നുള്ളതും കൂടെ ഒരു തിരിച്ചറിവാണ്. നിങ്ങളോടുള്ള എല്ലാ സഹാനുഭൂതിയും എല്ലാ റെസ്പെക്റ്റും കൊണ്ട് പറയുന്നതാണ്, ഇത്തരക്കാരെ അടുപ്പിക്കുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് കൂടുള്ള കുഴി നിങ്ങൾ തന്നെ വെട്ടുകയാണ്. ആ കുഴിയിലേക്ക് ഇറങ്ങി ഇരുന്നിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്ക് ഈസി ആയിരിക്കും മണ്ണിട്ട് മൂടാൻ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.